എന്താടാ ശരിക്കും കിട്ടിയോ? കരുണ എനിക്കൊപ്പം വരാന്ന് പറഞ്ഞു. നാവെടുത്താ നീ കള്ളുവേ പറയുള്ളൂ. ഇവിടെ വന്നെങ്കിലും ഇങ്ങനെ കല്ല് വെച്ച നുണകൾ പറയലടാ. പ്രതാപ, ഇവനെ നുണയായിരിക്കില്ല പറഞ്ഞത്. അവള് ഇവന്റെ കൂടെ ചെല്ലാന്ന് പറഞ്ഞു കാണും, ഏതെങ്കിലും വക്കീലിന്റെ അടുത്തേക്ക്. ബന്ധം പിരിയണെങ്കിലേ വക്കീല് വിചാരിക്കണമല്ലോ. ബന്ധം പിരിയാനല്ല, എന്നോടൊപ്പം ജീവിക്കാനായിട്ട് എനിക്കൊപ്പം എന്റെ വീട്ടിലേക്കാണ് കരുണ വരുന്നത്. അങ്ങനെങ്കിൽ ഇവൻ അടുത്ത നുണയുടെ കെട്ടഴിച്ചു കാണും. അത് അധികം താമസിക്കാതെ അവൾ പിടിക്കുകയും ചെയ്യും. ദേ, ഇനി എന്റെ കൊച്ചിനെ നീ പഴയതുപോലെ വേദനിപ്പിച്ച ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഞങ്ങളുടെ പല പല മോഹങ്ങളും നീ കാണേണ്ടി വരും. അവള് വേഷം മാറിട്ട് വരാന്ന് പറഞ്ഞു. ആഹാ, ഉണ്ണി വന്നായിരുന്നോ? എന്റെ ഭാര്യ ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അവളെ വിളിച്ചോണ്ട് പോകാനാ ഞാൻ വന്നത്. അവള് വരാന്ന് പറഞ്ഞോ? ആ പറഞ്ഞു. ഇത്ര പെട്ടെന്ന് അവളുടെ മനസ്സ് മാറിയോ? മാറിയതല്ല, മാറ്റിയതാ. അമ്മയുടെ മൂത്ത മോളും മരുമോനും കൂടെ. പറഞ്ഞു ഉണ്ണിയേട്ട കാര്യങ്ങളൊക്കെ. നീ പറയണ്ടെന്ന് പറഞ്ഞല്ലോ. എന്ത്? അല്ല, അമ്മയുടെ വയറ്റിൽ പറഞ്ഞ സ്വന്തം മോളല്ലേ അമ്മയുടെ മൂത്ത മോള്. ഞാനും അങ്ങനെ ആണെങ്കിലും പലപ്പോഴും എനിക്ക് ആ പരിഗണന കിട്ടിയിട്ടില്ലല്ലോ. എന്നിട്ട് മോളുടെ കാര്യമൊന്നും അമ്മ അറിഞ്ഞില്ലായിരുന്നോ? ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല മോളെ. എന്തുവാ പറ്റിയേ? മോളുടെ മുഖത്ത് നല്ല സന്തോഷം കാണുന്നു. ആ അതെ അതെ, മോൾ ഇവന്റെ കൂടെ ഈ ജന്മം പോവില്ലെന്നാ ഞാൻ കരുതിയേ. എന്നിട്ടിപ്പ ഇവന്റെ വീട്ടിലേക്ക് പോകാൻ പോവാന്ന് ഇവൻ പറയുന്നു. അതിനെന്തായാലും തക്കതായ ഒരു കാരണം കാണുമല്ലോ. എന്തു പറ്റി ഉണ്ണിച്ചക്ക? ആരെങ്കിലും ചത്തോ? കണ്ണനോ മഹാലക്ഷ്മിയെ ചത്തോ എന്നാ ഞാൻ ഈ ചോദിക്കുന്നേ. നാവിന് എല്ലില്ലാന്ന് കരുതി ഇങ്ങനെ ആരെങ്കിലും ചോദിക്കോ? ആ ചോദിക്കും, ഞാൻ ചോദിക്കും. അത്രക്കാണ് ഞങ്ങളെല്ലാവരെയും കൂടി അവനും അവളും കൂടെ വിഷമിപ്പിച്ചിരിക്കുന്നത്. അമ്മയുടെ മോളെ മരിച്ചു കഴിഞ്ഞു. എന്റെ ഏട്ടനെ സംബന്ധിച്ചിടത്തോളം. എന്താ എന്താ പറഞ്ഞ? അതെ അതെ, എനിക്കും അതൊന്നും കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. ഇടേ ദഹിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പറയടേ. ഞാൻ പറയാം. മുത്തശ്ശിക്കും അച്ഛനും ദഹിക്കുന്നതും എന്നാൽ എന്റെ അമ്മയ്ക്ക് ദഹിക്കാത്തതുമായ ഒരു സത്യം. കമലേശ്വരത്തെ വല്യേട്ടനും അമ്മയുടെ പൊന്നാര മോളും വേർപിരിയാൻ പോവാ. എന്റെ മോളെ, ഇവൻ അങ്ങനെ പല കള്ളങ്ങളും പറയും. നീ തിരികെ ചെല്ലാൻ വേണ്ടിട്ട്. ഇതൊന്നും കേട്ട് നീ വിശ്വസിക്കല്ലേ? അവരിപ്പ രണ്ടിടത്താ. ലക്ഷ്മി ഇല്ലാത്ത വീട്ടിലേക്കാ ഞാൻ പോകുന്നത്. ദാണ്ട കിടക്കുന്നു എന്റെ പൊന്നു മോളെ. അവൾ അവിടെ ഇല്ലെന്ന് പറഞ്ഞ് ഇവൻ നിന്നെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോകും. മോൾ അവിടെ ചെല്ലുമ്പോ അവള് വെളുക്ക ചിരിച്ചുകൊണ്ട് ഉമ്മറത്ത് തന്നെ കാണും. അതോടെ പോയ സ്പീഡില് മോൾ ഇങ്ങോട്ട് തിരിച്ചു വരികയും ചെയ്യും. ഇനി അങ്ങനെ സംഭവിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ ഉണ്ണിയേട്ടനോടൊപ്പം പോകുന്നത്. അങ്ങനെ ഉറപ്പിക്കാൻ എന്താ മോളെ കാരണം? കാരണം ഉണ്ണിയേട്ടൻ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞ. കുഞ്ഞോ? അതെ, കുഞ്ഞു തന്നെ. മഹാലക്ഷ്മിയുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്. അവള് ഒരമ്മയാവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക. കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് കണ്ണേട്ടനറിയില്ല. അത് ലക്ഷ്മിക്ക് മാത്രമേ അറിയൂ. അങ്ങനെ ഒരു സാഹചര്യത്തില്
ഏതെങ്കിലും ഒരാണ് താലി കെട്ടിപ്പോയി എന്ന കാരണത്താൽ, ഭാര്യയാണെന്ന കാരണത്താൽ ഒരുത്തിയെ കൂടെ താമസിപ്പിക്കാൻ തയ്യാറാവോ? അമ്മയുടെ മുഖത്തെ ഈ മാറ്റം കണ്ടാലേ ഞാൻ ഏതാണ്ട് കെട്ടുകഥ എന്ന് പറഞ്ഞ പോലെ അമ്മയ്ക്ക് തോന്നും.